അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായിട്ടും നേരത്തെ എണീക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. നേരത്തെ എണീക്കുക എന്നാൽ നമ്മുടെ സമയത്തെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 24 മണിക്കൂറാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത് 25 26 മണിക്കൂറിന്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുക എന്നതാണ് നേരത്തെ എണീക്കുക എന്നതിൻ്റെ അർത്ഥം. പല ആളുകൾക്കും അതിന് സാധിക്കുന്നില്ല. പലപ്പോഴും അവർ വളരെ വൈകി എണീക്കുകയും അങ്ങനെ ദിനചര്യകൾ വരെ തടസ്സപ്പെട്ട് ഒരു ദിവസം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഉറക്കത്തിന്റെ ഷെഡ്യൂള് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഉറക്കം കൃത്യമായി നമ്മൾ 10 മണിക്ക് കിടക്കുകയും 5 മണിക്ക് എണീക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് മാറും. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വൈകി കിടക്കുകയും വൈകി എണീക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ്. രാത്രി വീടുകളിൽ ഭക്ഷണം ചിലപ്പോൾ ഉണ്ടാക്കാതെ പുറത്തു പോയി കഴിക്കുക. അതിനുവേണ്ടി 10 മണിക്കോ 11 മണിക്കോ ഒക്കെ പുറത്തു പോയി ശരീരത്തിന് നമ്മുടെ വയറിനൊക്കെ ഭാരമുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. അങ്ങനെ വൈകി ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി പിറ്റേന്ന് നമ്മുടെ പ്രഭാതം നമുക്ക് നഷ്ടപ്പെടുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രഭാതം സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മുടെ മനസ്സിനെ ഏറ്റവും ശാന്തമായി നിലനിർത്തുന്ന അൽഫാ തരംഗങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു സമയമാണ്. മഹാന്മാരായ ആളുകളൊക്കെ ആ സമയത്ത് എണീറ്റ് നിന്നുകൊണ്ടാണ് പല പ്രാർത്ഥനകള്, നിസ്കാരങ്ങള്, കാര്യങ്ങൾ, തഹജ്ജുദും ഒക്കെ നിർവഹിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ ഈ ഒരു സമയം നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ്. അവരുടെ പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും, ഗ്രാഹ്യശക്തി വർദ്ധിക്കും. കാരണം വളരെ ശാന്തമായ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്തും പ്രവേശിക്കും. നമ്മൾ കൊടുക്കുന്ന പാടെ നമ്മുടെ മനസ്സ് ഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ എന്തും നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിന് അക്സെപ്റ്റ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ന്യൂസ് പ്ലാറ്റ്ഫോമുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നും, ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും വരുന്ന നെഗറ്റീവ് വാർത്തകൾ, ഒരു അപകടത്തിന്റെ വാർത്തയാവട്ടെ, ഒരു രോഗത്തിന്റെ വാർത്തയാവട്ടെ, അത് നമ്മെ ബാധിക്കാത്ത മറ്റെവിടെയെങ്കിലും സംഭവിച്ചതായി അത് രാവിലെ പ്രഭാതത്തിൽ ഈ സമയത്ത് തന്നെ നമ്മൾ കാണുകയും അങ്ങനെ നമ്മളത് വായിക്കുകയോ നമ്മൾ അതിന്റെ വീഡിയോ കാണുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അത് ശക്തമായി സ്വാധീനിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുവഴി ഒരു ദിവസത്തെ നമ്മുടെ ആ ദിവസം മുഴുവൻ ആ ഒരു അശുഭകരമായ ചിത്രം നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ അത് കിടക്കും. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ഒക്കെ ബാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ രാവിലെ ഉപയോഗിക്കരുത് എന്ന് പറയും. രാവിലെ പ്രഭാത സമയത്ത് ഒരു ദിവസത്തിന്റെ തുടക്കമായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉള്ള കാഴ്ചകളും നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കും ആയിരിക്കണം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടത്. ഈ സമയത്ത് നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദിക്റുകൾ, ഖുർആൻ
പാരായണം, ഇതൊക്കെ അഫർമേഷനാണ്. അതിന് പുറമെ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ഒക്കെ പോസിറ്റീവായി നിലനിർത്താനുള്ള അഫർമേഷനുകളുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം നന്നായി പഠിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ പറയാം, ഒരു 10 വട്ടം ഉരുവിടാം. ഒഫീഷ്യലുകൾ, ഉദ്യോഗസ്ഥന്മാര് ഒക്കെ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകൾ, ജോലിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് നല്ല നിലയിൽ പെരുമാറും, എൻ്റെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തും, ഞാൻ എൻ്റെ കാര്യങ്ങൾ അടുക്കും ചുറ്റിലും പ്രവർത്തിക്കും എന്നൊക്കെ അഫർമേഷൻ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്ന അഫർമേഷൻ നമ്മുടെ മനസ്സ് അപ്പാടെ സ്വീകരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായി സ്വാധീനിക്കും എന്ന് പറയപ്പെടുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എണീക്കുക എന്ന ആ കാര്യം നടക്കണം. അതിനുവേണ്ടി നമ്മൾ 10 മണിക്ക് കിടക്കണം. കാരണം ഈ 10 മണിക്ക് കിടക്കണം എന്ന് പറയാൻ കാരണം, നമ്മുടെ ശരീരത്തിൽ ഉറക്കത്തിന്റെ ഹോർമോണായ ഈ മെലാറ്റോണിൻ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം 10 മണിക്ക്. 10 മണിയാകുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ശരീരത്തിൽ അതിന്റെ മാക്സിമൈസ് അളവ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ സമയമാകുമ്പോഴേക്കും, അത് 9:30 സമയമാകുമ്പോഴേക്കും നമ്മൾ വിരിപ്പിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് നമ്മുടെ ഖുർആൻ സൂക്തങ്ങളും ദിക്റുകളും ഒക്കെ ഉരുവിട്ട്, അങ്ങനെ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ദിക്റിലായി ഉറങ്ങിപ്പോകണം. അങ്ങനെ ഉറങ്ങാനുള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കാൻ സാധിക്കും. ഏത് കാര്യവും മനഃപൂർവ്വം പരിശ്രമിച്ച് 21 ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഈ സമയത്ത് കിടന്ന് 2 മണി വരെയാണ് ഗാഢനിദ്രയുടെ സമയം. ഈ 10 മണി തൊട്ട് 2 മണി വരെയുള്ള ഈ ഗാഢനിദ്ര അത് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ആ സമയം വേസ്റ്റ് ആക്കരുത്. 2 മണി കഴിഞ്ഞാൽ പിന്നെ ഗാഢനിദ്ര കഴിഞ്ഞു. ചെറിയ ഒരു ഉണർച്ചയിലേക്കുള്ള ഒരു സാധ്യതയുള്ള ഒരു ഉറക്കമാണ് പിന്നീട് 2 മണി തൊട്ട്. ഏകദേശം പിന്നീടുള്ള സമയങ്ങളൊക്കെ അതിന്റെ ഉറക്കത്തിന്റെ നിലവാരം കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ നിലവാരമുള്ള ഉറക്കം എന്ന് പറയുന്നത് 10 മണി തൊട്ട് 2 മണി വരെയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പിന്നീട് ഈ സമയത്തിന്റെ ഈ 10 മണി തൊട്ട് 2 മണി വരെയുള്ള സമയം നമ്മുടെ മനസ്സിനെ റീഫ്രഷ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ റീഫ്രഷ് ചെയ്യുന്ന സമയമാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലും റീഫ്രഷ്മെന്റ് വർക്ക് നടക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായ കണ്ടെത്തൽ. അതായത് റിപ്പയർ, അതിലുള്ള കോശങ്ങളെ ശുദ്ധീകരിക്കുക, അതിലുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാത്രി ഈ ഗാഢനിദ്രാ സമയത്ത് നടക്കുന്നത്. അത് കാരണം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും. പിറ്റേ ദിവസം നമുക്ക് ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യാൻ ഉള്ള കഴിവുണ്ടാകുന്നു. നമ്മൾ കഴിച്ച ഭക്ഷണം പരമാവധി നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ പോസിറ്റീവായ ഘടകങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗാഢനിദ്രയെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം നമ്മൾ ഉണ്ടാവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. നമുക്ക് ഇബാദത്ത് എടുക്കാൻ, ജോലി ചെയ്യാൻ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. സമ്പത്ത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിവെച്ച നോട്ടുകെട്ടുകളോ ഒന്നുകൂട്ടിയപ്പെട്ട സ്വർണങ്ങളോ അല്ല. അത് മാത്രമല്ല, അത് സമ്പത്തിന്റെ ഒരു ഭൗതിക രൂപമാണ്. സത്യത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ ഇടപെടലുകളും നമ്മുടെ നല്ല രീതിയിലുള്ള നയപരമായ കാര്യങ്ങളും ഒക്കെ ആരോഗ്യത്തിന്റെ പരിധിയിൽ വരും. അപ്പോ അത് നന്നാകണം. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമുക്ക് പുരോഗതി ഉണ്ടാവട്ടെ. അല്ലാഹു അതിന് വഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.